ഇസ്രായേലിന് കാളരാത്രി 4 സൈനികരെ നിഷ്ഠൂരം ലെബനാൻ കൊലപ്പെടുത്തി. ആ മേഖലയിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരേ സമയത്ത് ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും ലോകത്തെയും ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടന്നത് എന്ന് ചുരുക്കം. 3 ടാങ്കിന് നേരെയാണ് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായത്. അതിലുണ്ടായിരുന്ന 4 പേരും കൊല്ലപ്പെട്ടു. എന്നാൽ 4 പേരല്ല, കൂടുതൽ പേരുണ്ട് എന്ന ചില റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അവർ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ടാങ്ക് പൊട്ടിത്തെറിക്കുകയും അതിലുള്ള ആളുകൾ വെന്ത് മരിക്കുന്ന തരത്തിലുമാണ് സംഭവം നടന്നത് എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. ആളുകളെ സൈനികരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം വികൃതമായിരുന്നു ഈ സ്ഫോടനത്തിൻ്റെ ബാക്കി ശേഷിപ്പ് എന്നുള്ളതാണ് അവിടുന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഏതാനും ദിവസം മുമ്പാണ് ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയാണെങ്കിൽ ഒരു ഇസ്രായേലി സൈനികരുടെ അമ്മയുടെ കണ്ണീരിന് പകരമായി 1000 ലെബനാനീസ് അമ്മമാരുടെ കണ്ണീര് ഉറ്റു വീഴണം എന്നൊക്കെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞ് വല്ലാതൊന്നും കഴിയുന്നതിന് മുൻപാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ വ്യക്തിയിൽ അധിഷ്ഠിതമായതിനപ്പുറം തങ്ങൾക്ക് സൈനികരെയും ആക്രമിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലെബനാനുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് ചെയ്തത് എന്ന് ചുരുക്കം. അപ്പോൾ 4 ഈ സൈനികരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അത് ആദ്യഘട്ടത്തിലൊന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു നിഷ്ഠൂരമായിരിക്കുന്ന കൊല നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അത് ഇസ്രായേൽ ലെബനാന് നേരെ നടത്തിയതാണ് എന്നുള്ള റിപ്പോർട്ടായിരുന്നു ആദ്യമൊക്കെ വായിക്കാൻ വേണ്ടി സാധിച്ചത്. ചില പ്രാദേശിക റിപ്പോർട്ടും അങ്ങനെയായിരുന്നു സ്ഥിരീകരിക്കപ്പെട്ടത്. എന്നാൽ പിന്നീടാണ് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നത്. ആർമോർഡ് ടാങ്കാണ് തകർക്കപ്പെട്ടത്. അത് ലോകത്ത് നിലവിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിരിക്കുന്ന ടാങ്കാണ് ആർമോർഡ് ടാങ്ക് എന്ന് പറയുന്നത്. അത് തകർക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചാണ് തെക്കൻ ലെബനാനിലുള്ള ഇസ്രായേൽ സൈനിക വാഹനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തി 4 പേരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു പ്രാഥമിക റിപ്പോർട്ട്. എന്നാൽ ഗൈഡഡ് മിസൈലാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ അന്വേഷിച്ചു വരികയാണ്. ലഫ്റ്റനൻ്റ് കേണൽ പദവിയിലുള്ള ബറ്റാലിയൻ കമാൻഡറായ ഡോർ ഗഡലിയ സിംഹാൺ 32 വയസ്സുള്ള 401-ാം ബ്രിഗേഡിൻ്റെ 52-ാം ബറ്റാലിയൻ കമാൻഡറാണ് ഈ പറയപ്പെട്ട ആൾ. ഇദ്ദേഹമാണ് കൊല്ലപ്പെട്ടതിൽ ഒരാൾ. ലഫ്റ്റനൻ്റ് കേണലാണ് എന്ന് ചുരുക്കം. മറ്റ് 3 പേരുടെ വിവരങ്ങൾ ഇസ്രായേൽ പുറത്തു വിട്ടിട്ടില്ല. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കുടുംബത്തെ വിവരം അറിയിച്ച ശേഷം മാത്രമാണ് സൈനികരുടെ മരണവിവരങ്ങൾ സാധാരണഗതിയിൽ ഇസ്രായേൽ പറയാറുള്ളൂ. അതുകൊണ്ടാണ് പുറത്തു വിടാത്തത് എന്നവർ പറയുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഭാഗം വരുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ലെബനാൻ്റെ അകത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ലെബനാൻ്റെ അകത്ത് സംഭവം നടക്കുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രിയൊക്കെ വീണ്ടും അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നബാത്തിയ മേഖലയിലാണ് അക്രമം നടന്നത്. അത് ലെബനാൻ്റെ ടെറിറ്ററിയാണ്, അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ മേഖലയിൽ നിന്ന് സൈന്യം ഒഴിയണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. എവിടെ? ഇസ്രായേലിൻ്റെ അകത്ത്. ഇറാനും അതേപോലെ തന്നെ ലെബനാനും ഇതിന് മുൻപ് തന്നെ പറഞ്ഞാണ്, ഞങ്ങളുടെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണം, തങ്ങളുടെ ദേശത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പാടില്ല, ഇതൊരു സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക്കായിരിക്കുന്ന രാജ്യമാണ്, തങ്ങളുടെ ദേശത്തെ അംഗീകരിക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇസ്രായേൽ എല്ലാവർക്കും അംഗീകരിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അവർ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 5ഓളം പ്രദേശങ്ങളിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ലെബനാനിലുണ്ട്. നമ്മുടെ 5 പ്രദേശവും അതിൻ്റെ അവസ്ഥ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തതാണ്. അതിൽ ഓരോരോ പ്രദേശം ഏതൊക്കെ ഭാഗങ്ങളിലാണ്, എത്രത്തോളം ഉയരമുള്ള പ്രദേശമാണ്, ഉയരമുള്ള പ്രദേശത്തിൽ എന്തൊക്കെ പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത്, അതായത് താഴത്തേക്ക് ഡ്രോൺ നിരീക്ഷണം നടത്തിക്കൊണ്ട് നടക്കുന്ന എല്ലാ സംഭവ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന നിരീക്ഷണം നടത്തുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശ കാര്യങ്ങൾ. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹമാസിനെ പിടികൂടിയത്, ഹമാസിൻ്റെ ഈ നേതാക്കന്മാരെ ഗസക്കകത്ത് വെച്ച് കാൻ യൂണിസിൻ്റെ മേഖലയിൽ വെച്ച് പിടികൂടാൻ വേണ്ടി അവർ ചെറിയ ഡ്രോണുകളൊക്കെ നമ്മൾ സാധാരണ
ഈ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സമ്മേളനത്തിനൊക്കെ ഈ ഇവർ യൂട്യൂബർമാരോ അതല്ലെങ്കിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരോ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ചെറിയ തരത്തിലുള്ള ഈ മെഷീൻ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രഹസ്യങ്ങൾ ചോർത്തുന്നത്. അതാണ് ചെറിയ സ്മോൾ ഡ്രോൺ എന്ന് പറയും. സ്മോൾ ഡ്രോൺ, മീഡിയം ഡ്രോൺ, ഹൈ ഡ്രോൺ, പിന്നീട് സൂപ്പർ പവർ ഡ്രോൺ, അങ്ങനെ പല രീതിയിലാണ് അത് പോകുന്നത്. അതിൽ പെട്ടതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിക്കുന്നു, നിയന്ത്രണങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. ഇതിൽ രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടാണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാനിലെ സൈനികർ ഇപ്പം നടക്കുന്ന ലെബനാൻ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നു എന്ന റിപ്പോർട്ടാണ്. അവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ലെബനാൻ്റെ ഇവരുടെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഇറാൻ്റെ സാങ്കേതിക മികവുള്ള മിസൈലുകൾ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അത് ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഗസയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ സൈനികരോടൊപ്പം ഇസ്രായേലിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികരും ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. യുദ്ധമല്ല, കൂട്ടക്കൊലയിൽ. അവർ ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട്, അമേരിക്ക നിഷേധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഒരു വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയും ഹസൻ നസറുള്ള എന്ന് പറയുന്ന അവരുടെ സൈനിക കമാൻഡർ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ലീഡർഷിപ്പുള്ള ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി അസ്തമിച്ച് പോയിട്ടുണ്ട് എന്ന് കണക്കുകൂട്ടിരുന്നു അന്നൊക്കെ. അന്ന് ആ മരണപ്പെട്ട ഹസൻ നസറുള്ളയോടൊപ്പം ഏറെക്കുറെ 20ഓളം സൈനിക കമാൻഡർമാരും ബന്ധപ്പെട്ട നേതാക്കന്മാരും ഏറ്റവും ശക്തരായിരിക്കുന്ന ആളുകളും കൂടി അന്ന് കൊല്ലപ്പെട്ട ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. പിന്നീട് ഏറെക്കുറെ ശാന്തമായ രീതിയിലാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തന കാര്യങ്ങളൊക്കെ നീങ്ങിയത്. എന്നാൽ ഈ പ്രവർത്തനം ആന്തരികമായ രീതിയിൽ അവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ മൊസാദ് സംഘവും പരാജയപ്പെട്ടു. മൊസാദ് സംഘം അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫുള്ള് പരാജയം തന്നെ. ഗസക്കകത്തുള്ള ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ബങ്കറിനെ കുറിച്ച് ഒരു വിവരം കൃത്യമായ രീതിയിൽ പറയാൻ പോലും മൊസാദിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ ഹമാസ് പരാജയപ്പെട്ടു. അതിനുശേഷം ഈ ഇറാൻ നടത്തിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആയത്തുള്ള അലി ഖംനായെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാവുകയും വളരെ എളുപ്പത്തിൽ തന്നെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന റിപ്പോർട്ടും ഇസ്രായേലിന് നൽകിയത് അമേരിക്കയ്ക്ക് നൽകിയത് ഇതേ മൊസാദ് സംഘം തന്നെയാണ്. അപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള പരാജയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അവരെ പിന്നെ ആരും അംഗീകരിക്കാത്തയിടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 5 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വളഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി ലെബനാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് വിദേശ രാജ്യങ്ങളുടെ സഹായമുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് പറയുന്നത് അവരല്ല, അവരൊരിക്കലും ആ കാര്യങ്ങൾ പറയില്ലല്ലോ. മറ്റുള്ള രാജ്യങ്ങൾ പറയുന്നു. വിദേശ രാജ്യം ഉദ്ദേശിക്കുന്നത് ഇറാൻ തന്നെയാണ്, നമുക്കത് അറിയാവുന്നതാണ്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അവരുടെ സഹായം ഇല്ലെങ്കിൽ ഒരിക്കലും ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഭാഗത്തിന് ഹിസ്ബുള്ള ഗ്രൂപ്പിന് സാധിക്കുകയില്ല. ആ തരത്തിലേക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ മരണപ്പെട്ടവരുടെ ഈ സൈനികരുടെ ലിസ്റ്റ് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പുറത്ത് വിട്ടിട്ടില്ല. എത്ര എണ്ണം ഉണ്ട് എന്നും പറഞ്ഞിട്ടില്ല. 4 ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ആ സ്ഥിരീകരണ റിപ്പോർട്ട് ഹിസ്ബുള്ള ഗ്രൂപ്പാണ് പുറത്ത് വിടുകയും ചെയ്തത്. ലെബനാൻ്റെ ഭാഗത്തുള്ള ലെബനാൻ്റെ പത്രങ്ങൾ, സായാഹ്നത്തിൽ ഇറങ്ങുന്ന പത്രങ്ങളിലാണ് ഈ റിപ്പോർട്ട് ആദ്യമായിട്ട് കണ്ടത്. 4+ ആണ് അതിൽ കാണുന്നത്. അപ്പോൾ 4 കൂടുതലുണ്ട് എന്നുള്ളതാണ്. അത്രയും സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 3 ടാങ്ക് നിശേഷം തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നു. 3 ടാങ്കിൽ ഒരു ടാങ്കിൻ്റെ അകത്ത് 4 സൈനികരാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് തന്നെ 3 ടാങ്ക് ഈ നശിച്ചിട്ടുണ്ടെങ്കിൽ 12 പേരുണ്ടാവും. ഇനി 2 ടാങ്ക് ആണെങ്കിൽ ഒരു ടാങ്കിൻ്റെ അകത്ത് 2 പേരാണെങ്കിൽ അങ്ങനെയെങ്കിലും ഇല്ലാതിരിക്കില്ല. കാര്യം ഒരു ടാങ്ക് മാത്രം ഒരു യുദ്ധഭൂമുഖത്ത് ഒറ്റപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവില്ല. 2 സൈനികർ ഉണ്ടെങ്കിൽ തന്നെ 6 സൈനികർ കൊല്ലപ്പെടണമല്ലോ. കാര്യം 3 ടാങ്കുകൾ പൂർണ്ണമായ രീതിയിൽ തകർത്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചാണ്. അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്, അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ബാക്കിയുള്ള സൈനികരെക്കുറിച്ചും വലിയ വിഷയം ആശങ്കയും ഉണ്ട് എന്ന് ചുരുക്കം. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ലെബനാൻ്റെ അകത്ത് കയറിയിട്ടുള്ള ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും മുന്നേറാൻ പറ്റാത്ത വിധം അവരുടെ നാമ്പൊടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ലെബനാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളിടത്തേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ ഇസ്രായേൽ വിട്ടുപോകേണ്ട ഒരു സ്ഥിതി വന്നാൽ പിന്നീട് ഒരിക്കലും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സംവിധാനമായിട്ട് മുന്നേറാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു നിരാശയും ഇസ്രായേലിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.